എല്ലാ കൂട്ടുകാർക്കും അച്ചസ് ഫ്ലവറിൻ്റെ പുതിയൊരു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കൂട്ടുകറിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല വേവിച്ചിട്ട് വച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 200 ഗ്രാമോളം നേന്ത്രക്കായയും ഒരു 200 ഗ്രാമോളം ചേനയും കൂടെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞിട്ട് ചേന എടുത്തിട്ടുണ്ട്. പിന്നെ തൊലിയോട് കൂടെ തന്നെയാണ് നേന്ത്രക്കായ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ടോ അല്ലാതെയോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നേന്ത്രക്കായയും ചേനയും ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, ചേനയിലേക്കും നേന്ത്രക്കായയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. കടല ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിൽ ആദ്യം വേവിച്ച് വെച്ചതായിരുന്നു. ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കൂട്ടുകറിയിലേക്കുള്ള അരപ്പ് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കടലയും പിന്നെ നമ്മുടെ ചേനയും എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി നമുക്കൊന്ന് തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 കപ്പോളം തേങ്ങ നമുക്ക് ഒന്ന് വറുക്കാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് താളിച്ചുകൂടെ ഒന്ന് ചേർക്കാനുണ്ട്. അവസാനമായിട്ട് കൂട്ടുകറിയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ
മറക്കാവുന്ന ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.